കോൺഗ്രസ് ഒരു ബദൽ ശക്തിയായി ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ആ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇത്തവണ പ്രതികൂലമല്ലേ? ആ സംശയം നിങ്ങൾക്കുണ്ടാകാം, സ്വാഭാവികമായിട്ട്. ഞങ്ങൾക്ക് അത്തരത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നത് അസംബ്ലികളിലേക്കാണ്. അവിടുത്തെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അവിടുത്തെ പാർട്ടിയുടെ ഘടനയുണ്ട്, പല വിഷയങ്ങളും അതിൽ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഒരു രാജ്യം പഴയ രൂപത്തിലേക്ക് വീണ്ടെടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും പ്രഥമമായിട്ടുള്ള ആവശ്യമാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥിതി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒരു തിരിച്ചടി ഉണ്ടായതുകൊണ്ട് മാത്രം വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ ആ തിരിച്ചടികളൊക്കെ വിലയിരുത്തി അതെല്ലാം മറികടക്കാനുള്ള സമയം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. കഴിഞ്ഞ തവണ UPA സഖ്യം മാത്രമായിരുന്നു, ഇത്തവണ ഇന്ത്യ സഖ്യമാണ്. 28 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ കടപുഴകാത്തൊരു മലയും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.